75 ഡേയ്സ് സ്റ്റഡി ചാലഞ്ചാണ് കേട്ടോ. അപ്പോൾ തുടക്കം തന്നെ പാളിപ്പോയി എന്ന് പറയാം. കാരണം ഞാനൊരു 6 മണിക്കോ 7 മണിക്കോ എണീക്കണമെന്ന് വിചാരിച്ച് ഞാൻ എണീക്കുന്നത് രാവിലെ 10:30ക്കാണ്. അപ്പോൾ അത്രയും ആ ഒരു ടൈം എനിക്ക് വേസ്റ്റായി എന്ന് തന്നെ പറയാം. സാധാരണ എനിക്കൊരു 3 മണിക്കൂർ നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഡേ 3ൻ്റെ ടൈം ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് പഠിക്കാമെന്നാണ് ഞാൻ പോകുന്നത്. അപ്പം ഓൾറെഡി 2 ചാപ്റ്റർ സ്ട്രക്ചറൽ അനാലിസിസിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഇന്നത്തെ എനിക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ട്രക്ചറൽ അനാലിസിസിൽ ഇത് മാത്രം പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രെസ് അനാലിസിസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഇന്നലെ പഠിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വായിച്ചു. അതൊന്ന് കൺസെപ്റ്റ് ഒന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനിരുന്നിട്ടുള്ളത്. ആ പെട്ടിയിൽ ഇങ്ങനെ ടിക്കറ്റ് വെക്കണം, എത്ര വട്ടം നോട്ട് റിവൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ആ ഓരോ ചാപ്റ്ററും ടിക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെട്ടി ബോക്സ് മാതിരി വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഞാനൊന്നും ടിക്ക് ചെയ്തില്ല, മുന്നേ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചത്. അതുകൊണ്ട് അത് ടിക്കറ്റ് തുടങ്ങണം. പൊതുവേ എനിക്ക് ഈ ചാപ്റ്റർ എന്നല്ല, ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് എന്താ പറയുക, ഫസ്റ്റത്തെ ചാപ്റ്ററും സെക്കൻഡത്തെ ചാപ്റ്ററും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പിന്നെ അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സൊക്കെ ഞാൻ ക്ലാസ് കണ്ടു വെച്ച് തോന്നുന്ന സമയത്ത് എനിക്ക് തലേന്ന് കിളി പറഞ്ഞ ഫീലായിരുന്നു. കാരണം ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അത്രയും നല്ല കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല അതെന്താവും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സെക്കൻഡത്തെ തേർഡ് ചാപ്റ്റർ വരെ ഒപ്പിക്കുക, അതായത് അത്യാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. മറ്റേതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാത്തൊരവസ്ഥയാണ്, എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എനിക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ മൊത്തം ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിൽ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ചാപ്റ്ററിൽ ഞാൻ എന്ത് വിചാരിച്ചു, പ്രോബ്ലംസ് സെപ്പറേറ്റ് ആയിട്ട് നോട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ പ്രോബ്ലംസ് എനിക്ക് വർക്കൗട്ട് ചെയ്യണം. അത് മുന്നിൽ ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഞാനിപ്പം നോട്ട്സിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാറ്റി വേറൊരു ബുക്കിലേക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യണം. അതായത് ന്യൂമറിക്കൽസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഏകദേശം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വേറെ സെപ്പറേറ്റ് പേപ്പർ എടുത്തു. എല്ലാ സബ്ജക്റ്റിനും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. സെപ്പറേറ്റ് പേപ്പർ എടുത്തിട്ടാണ് ഞാൻ ന്യൂമറിക്കൽസ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം ഞാൻ ഒരു 50-60 ക്വസ്റ്റ്യൻസ് ഞാനിപ്പം ഈ ഒരു എസ്സേയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. കൂടെ ഓക്കെ, ബൈ.